എല്ലാവർക്കും നമസ്കാരം. ആപ്റ്റിറ്റ്യൂഡ് സെഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈസെൽഫ് ലോഡ്സൺ ദേവസ്യ, വർക്കിംഗ് ആസ് ലെക്ചറർ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ്, കോട്ടയം. ട്രിപ്പിൾ ലെക്ചേഴ്സ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കലോട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളുടെ ലെക്ചർ നോട്ട്സ് വീഡിയോസും അവൈലബിൾ ആണ്. പ്ലീസ് ഡു വാച്ച്. നമ്പർ സിസ്റ്റംസിൻ്റെ സെക്കൻഡ് സെഷനാണ് ഇന്നത്തെ ഡിസ്കഷൻ. സം ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2, 4, 6, 8 എക്സെട്ര. ദീസ് ആർ ദി ഈവൻ നമ്പേഴ്സ്. ആദ്യത്തെ n ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മിനുള്ള ഇക്വേഷനാണ് n ഇൻറ്റു n+1 എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ 5 ഈവൻ നമ്പർ, ആദ്യത്തെ 5 ഈവൻ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് n ഈക്വൽ ടു 5. സോ ബൈ ദ ഇക്വേഷൻ 5 ഇൻറ്റു 5 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 6 ദാറ്റ് ഈസ് 30. ദാറ്റ് മീൻസ് ആദ്യത്തെ 5 ഈവൻ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് 30 ആണ്. ദ ഇക്വേഷൻ ഈസ് n ഇൻറ്റു n+1. Then next question, what is the sum of even numbers between 1 and 50? 1 മുതൽ 50 വരെയുള്ള ഈവൻ നമ്പേഴ്സിൻ്റെ സം എത്രയാണെന്നാണ് ചോദ്യം. നമുക്കറിയാം ഇക്വേഷൻസ് n ഇൻറ്റു n+1 ആണ്. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് 1 മുതൽ 50 വരെ ടോട്ടൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 50 നമ്പേഴ്സാണ്. അതിൽ 25 ഓഡ് നമ്പേഴ്സ് പ്ലസ് 25 ഈവൻ നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 1 മുതൽ 50 വരെ 1 to 50 there are 25 even numbers. So n is equal to 25. That is 25 into 25 plus 1, that is equal to 25 into 26. That is the total number of that is the sum of even numbers between 1 and 50. Okay, so the answer is 650. Then move to the next question. Find the value of 12, 14 up to 30. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സീക്വൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. These are the even numbers. These are the even numbers. 12, 14, അടുത്ത് 16, 18 അങ്ങനെ 30 വരെ. നമുക്കറിയാം ആദ്യത്തെ ഈവൻ നമ്പേഴ്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ n ഇൻറ്റു n+1 ആണ്. സോ ഇതെങ്ങനെയാണ് ചെയ്യുക? ആദ്യം ചെയ്യേണ്ടത് 2, 2, 4, 6, 8, 10 then അങ്ങനെ അപ് ടു 30 വരെയുള്ള നമ്പേഴ്സിൻ്റെ സം ആദ്യം കാണുക. സോ ഇതാണ് ടോട്ടൽ 2 to 30 എന്ന് പറയുന്നത്. രണ്ട് നമ്പറൂടെ എഴുതാം, 12, 14 എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം 2 മുതൽ 30 വരെയുള്ള ഈവൻ നമ്പേഴ്സിൻ്റെ സം കാണണം. ഓക്കെ, റൈറ്റ് ദ സം ഓഫ് ഈവൻ നമ്പേഴ്സ് ഫ്രം 1 to 30. 1 to 30. ദെൻ എന്താ ചെയ്യേണ്ടത്? നമ്മളോട് ചോദിച്ചത് ചോദ്യം 12 മുതൽ 30 വരെ ഉള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് എന്ത് ചെയ്യണം? 2 മുതൽ 10 വരെയുള്ള ഈവൻ നമ്പേഴ്സിൻ്റെ സം കാണാം ഫ്രം 2 to 10. ഓക്കെ, അപ്പോൾ ഈ ആദ്യത്തെ സെറ്റ് അതായത് 1 to 30യിൽ നിന്ന് സം ഈവൻ നമ്പേഴ്സ് ഫ്രം 1 to 30യിൽ നിന്ന് സം ഈവൻ നമ്പേഴ്സ് 2 to 10 കുറച്ചാൽ എന്ത് കിട്ടും നമുക്ക്? We get sum of even numbers from 12 to 30. Okay, then sum of even numbers from 1 to 30, അതായത് 1 മുതൽ 30 വരെ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട്? നേരെ പകുതി, 15. അപ്പോൾ n-ൻ്റെ വാല്യൂ ഇവിടെ എത്രയായി? 15. 15 ഇൻറ്റു 15 പ്ലസ് 1. ഓക്കെ, മൈനസ് 2 മുതൽ 10 വരെ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട്?
5 നമ്പേഴ്സ്. അപ്പോൾ n എത്രയാവും? 5. 5 into 5 plus 1. That is equal to 15 into 16 minus 5 into 6. Then 15 into 16 is 240. 240 minus 30, that is equal to 210. This is the answer, 210. Then sum of squares of first n natural numbers. ഏതാ natural numbers? One, 2, 3, 4, 5 എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ സ്ക്വയർ എന്താ? സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ, 5 സ്ക്വയർ എക്സെട്ര. ഇതിൻ്റെ സം എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ പ്ലസ് ദെൻ. സോ ഇതിൻ്റെ സം എത്രയാണെന്നുള്ളതാണ് പറയുന്നത്. ദാറ്റ് ഈസ് ആദ്യത്തെ 5 ടേംസ് ആണെങ്കിൽ n equal to എന്താവും? 5 ആവും. The equation is n into n plus 1 into 2n plus 1 divided by 6. That is ആദ്യത്തെ 5 ടേംസ് ആണെങ്കിൽ n equal to 5 ആയി. നമുക്ക് നോക്കാം സം എത്രയാണെന്നുള്ളത്. That is equal to 5 into 5 plus 1 into 2 into 5. 2n അല്ലേ? അപ്പോൾ 2 into 5 plus 1 divided by 6. That is 5 into 6 into 10 plus 1. 5 into 2 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 plus 1 divided by 6. That is equal to 5 into 6 is 30 into 11 divided by 6. ഇവിടെ ക്യാൻസൽ ചെയ്യാം. 6ഉം 5 6 5 30, 11 5 55. സോ ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, ആദ്യത്തെ 5 ഈവൻ നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറിൻ്റെ സം എന്ന് പറയുന്നത് 55 ആണ്. ഓക്കെ, then sum of cubes of first n natural numbers. എന്താ നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാ? 1, 2, 3, 4, 5 എക്സെട്ര. then cubes എന്ന് പറയുമ്പോൾ 1 cube, 2 cube, 3 cube, 4 cube, 5 cube എക്സെട്ര. then ഇതിൻ്റെ സം എന്ന് പറയുമ്പോൾ 1 cube plus 2 cube plus 3 cube plus 4 cube plus 5 cube എക്സെട്ര. then ആദ്യത്തെ 5 നമ്പേഴ്സിൻ്റെ ആണെങ്കിലോ n എന്ന് പറയുന്ന വാല്യൂ എന്താവും? 5 ആവും. substitute that is sum is equal to 5 into 5 plus 1 divided by 2 the whole square. So 5 into 5 plus 1 is 6i divided by 2 the whole square. That is equal to, we cancel 3, 15 square, that is equal to 225. Hope that's clear. Then another problem. This is another set of problem. 6 plus 2 into 5 minus 3 the whole square divided by 2. ഈ ഒരു പ്രോബ്ലം ചെയ്താൽ we use some other rule that is known as BODMAS. BODMAS. And this BODMAS stands for, one is B stands for brackets. Okay, അതായത് ഈ പ്രോബ്ലത്തിൽ ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഈ പ്രോബ്ലത്തിൽ ഇതിനെ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു റൂള് പറയുന്നതാണ് BODMAS എന്ന് പറയുന്ന റൂള്. ഏതൊക്കെ സ്റ്റെപ്സ് ആണ് ആദ്യം ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ദർ ഈസ് ബ്രാക്കറ്റ്സ്, ആദ്യം ബ്രാക്കറ്റ്സിലെ കാര്യങ്ങൾ അതിൻ്റെ ചെയ്യുക. ദെൻ ഓർഡേഴ്സ് എന്ന് പറയുന്നത് ചില കേസിൽ പവർ കാണാം, സ്ക്വയർ കാണാം, സ്ക്വയർ റൂട്ട് കാണാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് ഫൈനലി സബ്ട്രാക്ഷൻ. ഇതിനകത്ത് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ഇന്റർചേഞ്ച് ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ അഡീഷൻ സബ്ട്രാക്ഷനും വേണമെന്നുണ്ടെങ്കിൽ ഇന്റർചേഞ്ചിലായിട്ട് മാറി പാരലായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. സോ ദിസ് ഈസ് ദ ഓർഡർ. നോ ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും?
ബോഡ്മാസിന്റെ റൂൾ വെച്ചിട്ട് ബോഡ്മാസ് ആദ്യം ബ്രാക്കറ്റിലൂടെ ചെയ്യണം. ഉണ്ടോ, ഇവിടെ ഒരു 5 - 3 ഉണ്ട്. നമുക്ക് അത് ആദ്യം ചെയ്യാം. 6 + 2 × 5 - 3 എന്ന് പറഞ്ഞാൽ എത്ര? 2 ആണ്. 2² / 2. ഇനി അടുത്തത് ഓർഡേഴ്സ്. ഞാൻ പറഞ്ഞു സ്ക്വയേഴ്സ്, സ്ക്വയർ റൂട്ട്, പവർ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഉണ്ടോ, ഇവിടെ ഒരു സ്ക്വയർ കണ്ടില്ലേ, 2². അപ്പോൾ അത് ആദ്യം നെക്സ്റ്റ് ചെയ്യണം. 6 + 2 × 2² എന്ന് പറയുന്നത് 4 ആണ്. 4 / 2. അടുത്ത് ഡിവിഷൻ. ഉണ്ടോ, ലാസ്റ്റ് ഡിവിഷൻ കണ്ടോ, അതാണ് അടുത്ത് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് 6 + 2 × 4 / 2 എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ. ദെൻ മൾട്ടിപ്ലിക്കേഷൻ. ഉണ്ടോ, 2 × 2 കണ്ടോ, അപ്പോൾ 6 + 2 × 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. പിന്നെ അഡീഷൻ 6 + 4 is 10. സോ സബ്ട്രാക്ഷനത്തിൻ്റെ അകത്ത് ഓപ്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതില്ല. സോ ദിസ് ഈസ് ദ സ്റ്റെപ്സ് ഓഫ് ഡൂയിങ് യൂസിങ് ബോഡ്മാസ്. കണ്ട, ഇവിടെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും നമുക്ക് ഇന്റർചേഞ്ചബിൾ ആയിട്ട് ചെയ്യാം. സോ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന റൂൾ എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് കേട്ടോ. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന റൂള് ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കണം. ഓക്കെ. ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ അടുത്ത സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ, ഇവിടെ ഒരു വാല്യൂ 80 / 4 × 5. അപ്പം ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷനൊക്കെ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ the same thing 80 / 4 × 5. സോ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് തോന്നാം, രണ്ട് ആശയങ്ങളിൽ തോന്നാം. നമുക്ക് ആദ്യം ലെഫ്റ്റിൽ നിന്ന് ചെയ്തു തുടങ്ങാം. ലെഫ്റ്റ്, ഇതാണ് ലെഫ്റ്റ് സൈഡ്. സോ 80 / 4 എന്ന് പറയുമ്പോൾ എത്ര വരും? 20. സോ 20 × 5 എത്രയാ? 100. ഓക്കെ. നമുക്ക് ഇതേ പ്രോബ്ലം തന്നെ റൈറ്റ് ടു ലെഫ്റ്റ് ചെയ്താലോ? ഇതാണ് റൈറ്റ് സൈഡ്. ആദ്യം റൈറ്റ് സൈഡിൽ കിടക്കുന്ന എന്താ? മൾട്ടിപ്ലിക്കേഷന്. അതൊന്ന് ചെയ്ത് നോക്കിയാലോ? 80 / 5 × 4 20. ദെൻ 80/20 എന്ന് പറയുന്ന വാല്യൂ എത്ര വരും? 4 വരും. അതായത് രണ്ട് രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ വിൽ ബി 100 ആൻഡ് റൈറ്റ് ടു ലെഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഈസ് 4 ആണ്. ആക്ച്വലി ദ ആൻസർ ഈസ് കറക്റ്റ് ഈസ് 100 ആണ് കേട്ടോ. അപ്പോൾ യു ഹാവ് ടു ഡു ദ കാൽക്കുലേഷൻസ് ഫോർ ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഓക്കെ, ലെഫ്റ്റ് ടു റൈറ്റ്. ഇതിൻ്റെ ഒരു കമ്പാരിസൺ കൊടുത്തിട്ടുള്ള ദ ഫസ്റ്റ് വൺ നമ്മൾ കണ്ടു, 80 / 4 × 5. So you will get 100. 100 is the correct answer, but right to left ചെയ്ത് കഴിഞ്ഞാൽ answer is 4. That is wrong. Okay. Then second one, 100 × 2 / 5. ഇവിടെയും ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്താൽ ആൻസർ 40 ആണ്. ബട്ട് തിരിച്ച് ചെയ്താലും റൈറ്റ് ടു ലെഫ്റ്റ് ചെയ്താലും 40 ആണ്. ബട്ട് സം ചാൻസ് അത് ഇങ്ങനെ ജസ്റ്റ് ആയിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ദ റൂൾ ഈസ് for the multiplication and division you have to do the calculation from left to right. Okay, left to right. Yeah, simplify this problem. Simplify 25 - 20 - 10, that is this. So ആദ്യം ഇനീഷ്യലി എന്ത് ചെയ്യണം? ബ്രാക്കറ്റിലുള്ളത് ചെയ്യണം. ഓക്കെ, ബ്രാക്കറ്റിലുള്ളത് ചെയ്യാം. സോ 7 - 5 എന്ന് പറയുന്നത് 2 ആണ്. 2 - 3 എന്ന് പറയുന്നത് എന്ത് വരും? -1 വരും. -1. ഈ ബ്രാക്കറ്റിലുള്ളത് -1. ബാക്കി നമുക്ക് ഒന്നുകൂടെ എഴുതാം. 25 - 20 - 10 -1. Okay. Again 25 - 20 - 10 -1 is 11. Okay. വീണ്ടും അതകത്ത് സോൾവ് ചെയ്തു. വീണ്ടും 25 - 20 - 11 is 9. So 25 - 9 is 16. The answer is 16. Then find out this answer for 100 minus. There is inside bracket ആദ്യം ചെയ്യുക. -50 - 40 എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. ആണ്. 20 + 10 ഇവിടെ 20 ഉണ്ട്. 20 + 10 is 30 ആണ്. ഇനി ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 3 × 30 എന്ന് പറയുന്നത് വരും 90. That is 100 minus 3 × 30. So 100 minus 90. The answer is 10. Okay.
Yeah, the same thing. 7 plus the multiplication ചെയ്യാം. 3 into 2 is 6, that is 8 minus 6. So 7 plus 2, that is equal to 9. Then according to the BODMAS rule, find out the value of y. ഇതിൽ നിന്ന് y യുടെ വാല്യൂ കണ്ടുപിടിക്കുക. That is ഇവിടെ തന്നിട്ടുണ്ട് 36 divided by 2 plus y into 3 minus 22 equal to 8 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ബോഡ്മാസ് റൂൾ അനുസരിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ആദ്യം ആരാ ഉള്ളത്? ബ്രാക്കറ്റ്സ് ഇല്ല, ഓർഡേഴ്സ് ഇല്ല, പിന്നെ ആരാ ഉള്ളത്? ഡി. ഇവിടെ ബോർഡ് ഡി ഏതാ? ഡിവിഷൻ ആദ്യം പറഞ്ഞത് 36 ഡിവൈഡ് ബൈ 2. സോ 36 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 18 ആണ്. 18 പ്ലസ് പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ? 3 into y into 3, that is 3y minus 22 equals 8. ഓക്കെ, ദെൻ അടുത്തത് ലെഫ്റ്റ് സൈഡിലെ സബ്ട്രാക്ഷൻ ഉണ്ട്. 18 minus 22 ഉണ്ട്. 18 minus 22 ചെയ്താൽ എന്ത് കിട്ടും? -4. സോ -4 plus 3y equals 8. ദെൻ 3y equals ലെഫ്റ്റ് സൈഡിലുള്ള -4നെ ഈക്വൽസിന് അപ്പുറത്തേക്ക് മാറ്റുമ്പോൾ എന്താവും? പ്ലസ് ആവും. സോ 8 plus 4. So y equal to, and the 8 plus 4 is 12. So 3y equal to 12 and y equal to 12. Left side il multiply ചെയ്ത 3, right side ലേക്ക് പോകുമ്പോൾ divided by 3 ആവും. So 12 by 3, y equal to 4. So the answer is 4. Yeah, then we have going to discuss the divisibility rule. ഏതെങ്കിലും ഒരു നമ്പർ തന്നാൽ ആ നമ്പറിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 12 എന്ന് പറയുന്ന ഒരു നമ്പർ, ഈ 12 എന്ന് പറയുന്ന നമ്പറിനെ 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 6. ദ ആൻസർ ഇസ് 6. നോ റിമൈൻഡർ, അല്ലെങ്കിൽ ശിഷ്ടമൊന്നും ഇല്ല. ഓക്കെ, ദർ ഇസ് നോ റിമൈൻഡർ. കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതിനാണ് ഡിവിസിബിലിറ്റി എന്ന് പറയുക. ഡിവിസിബിലിറ്റി. ഓക്കെ, ദെൻ ഫോർ എക്സാമ്പിൾ 11 എന്ന് പറയുന്ന ഒരു നമ്പർ ഡിവൈഡ് ബൈ 2 കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ 11 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 2. അതായത് റിമൈൻഡർ വരാതെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതിനാണ് ഡിവിസിബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ ആ നമ്പറിൻ്റെ അവസാനം 0, 2, 4, 6, 8 ഈ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ നമ്പറിന് എന്ത് ചെയ്യാം? നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഈ ഒരു വാല്യൂസ് 254 എന്ന് പറയുന്ന വാല്യൂസ്, അത് ലാസ്റ്റ് ഈ തൊടുത്തിൻ്റെ ഒരു വാല്യൂലല്ല ലാസ്റ്റിൽ 0, 2, 4, 6, 8 ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടെങ്കിൽ ദാറ്റ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 2. Move on to divisible by 3. എന്താ കണ്ടീഷൻ? എന്താ പറയുന്നത്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ദ നമ്പർ ഇറ്റ് സെൽഫ് ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 3. സം ഓഫ് ദ ഡിജിറ്റ്സ്, ആ തന്നിട്ടുള്ള നമ്പറിന്റെ ഡിജിറ്റ്സ് ആഡ് ചെയ്താൽ ആ കിട്ടുന്ന വാല്യൂ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ദാറ്റ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 3. ഫോർ എക്സാമ്പിൾ 549 എന്ന് പറയുന്ന ഒരു വാല്യൂ. ഓക്കെ, 549. ആ 549 എന്ന് പറയുന്ന വാല്യൂ 3 ഡിജിറ്റ് ആണുള്ളത്. ആ ഡിജിറ്റ് എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. So you will get the answer 18. Okay, you will get the answer 18. Okay, you will get the answer 18. And this 18 is divisible by 3. So 549 എന്തായിരിക്കും? divisible by 3 ആയിരിക്കും. അതാണ് ആ റൂൾ എന്ന് പറയുന്നത് കേട്ടോ. Then divisible by 4. ഒരു നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എങ്കിൽ ആ തന്നിരിക്കുന്ന നമ്പറിന്റെ ഏറ്റവും ലാസ്റ്റ് 2 ഡിജിറ്റിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ കണ്ട 2348 എന്ന് പറയുന്ന ഒരു നമ്പർ, ഈ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലാസ്റ്റ് 2 നമ്പേഴ്സ് ഏതൊക്കെയാ? 48. ആ 48നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? 2348 എന്ന് പറയുന്ന നമ്പറിനെയും നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 48 by 4 is 1, 2, that is 12.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2348 ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 4. ദിസ് ഈസ് ദ റൂൾ. ഓക്കെ, then divisible by 5. If a number ends with 0 or 5, then it is divisible by 5. ഒരു നമ്പർ 0-ലോ 5-ലോ അവസാനിക്കുകയാണെങ്കിൽ അതിനെ എന്ത് ചെയ്യാം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയാമോ? 205 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ടോ? 5-ൽ അവസാനിക്കുന്ന നമ്പരാ. 10,000 എന്ന് പറയുന്ന നമ്പർ ഉണ്ടോ? 0-ൽ അവസാനിക്കുന്ന നമ്പരാ. So these numbers are divisible by 5. Then divisibility rule, divisible by 6. If a number is divisible by both 2 and 3, then it is divisible by 6. ഒരു നമ്പർ തന്നിരുന്നു, ആ നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാനും പറ്റും എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ആ നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമ്മൾ അതിൻ്റെ റൂളും 2-ൻ്റെയും 3-യുടെയും റൂളും നമ്മൾ നോക്കിയായിരുന്നു. ഫോർ എക്സാമ്പിൾ 4536 4536 എന്ന് പറയുന്ന നമ്പർ 6-ൽ അവസാനിക്കുന്നത് കൊണ്ട് അതിനെ എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ സം 4 + 5 + 4 + 5 + 3 + 6 എന്ന് പറയുന്നത് 18 ആണ്. ഓക്കെ, അതായത് ഡിവിസിബിൾ ബൈ 3. നമ്മൾ നേരത്തെ മുൻപ് കണ്ട സ്ലൈഡിൽ 2 കൊണ്ട് ഡിവിസിബിലിറ്റിയുടെ റൂൾ മനസ്സിലാക്കി, അതുപോലെ തന്നെ 3-യുടെയും ഡിവിസിബിലിറ്റി മനസ്സിലാക്കി. സോ ഈ 2 റൂളും ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ that number is divisible by 6. Now divisibility by 8. If the last 3 digits of a number are divisible by 8, then the number is divisible by 8. ഒരു തന്നിരിക്കുന്ന നമ്പറിന്റെ ലാസ്റ്റ് 3 ഡിജിറ്റ് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ that number is divisible by 8. ഓക്കെ, സോ ഈ ഒരു നമ്പർ കണ്ടോ, 7,46,848 എന്ന് പറയുന്ന നമ്പർ. ഈ നമ്പർ ലാസ്റ്റ് 3 ഡിജിറ്റ് ഏതാ? 848. ഈ 848നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. 1 6. ഓക്കെ, സോ ദ ആൻസർ ഈസ് 16. സോ ലാസ്റ്റ് 3 നമ്പേഴ്സിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ദാറ്റ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 8. നൗ divisibility by 10. അതായത് വളരെ സിമ്പിൾ ആണ്. ഒരു നമ്പറിന്റെ അവസാനം 0 ആണെങ്കിൽ then it is divisible by 10. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ 210 ഉണ്ട്, ലാസ്റ്റ് 0 ഉള്ളത്, that is divisible by 10. The answer is 21. Okay, very simple one. Okay, yeah. താങ്ക് യു. ബാക്കി നമ്പർ സിസ്റ്റമായിട്ട് അടുത്ത ക്ലാസ് സെഷനിൽ കാണാം. താങ്ക് യു.